ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 10 സ്റ്റോക്കുകൾ എക്സ്പേർട്ടുകൾ അറിയിച്ച സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നല്ല അപ്സൈഡ് കാണിക്കുമെന്നാണ് എക്സ്പേർട്ടുകൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 45 റുപ്പീസ് ആണ് ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നത്. ടാർഗറ്റ് 58, സ്റ്റോപ്പ് ലോസ് 38, 28% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻലി ട്രഷറി ഓപ്പറേഷൻ, ഹോൾസെയിൽ ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ് ആണ് ഇവരുടെ മെയിൻ ബിസിനസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 14,763, 52 വീക്ക് ഹൈ 76 റുപ്പീസ്, 52 വീക്ക് ലോ 30 റുപ്പീസ് ആണ്. ബുക്ക് വാല്യൂ 138, ദെൻ ROC 3.59%, ഫേസ് വാല്യൂ 10. സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ മാർച്ച് മെയ് നല്ലൊരു ഡിപ്പ് വന്നതിന് ശേഷം പിന്നെ മുകളിലേക്ക് പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 0.33 ടൈംസ് ബുക്ക് വാല്യൂ. അതാണ് ഒരു പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IOB, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്. ഇപ്പോൾ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ജൂൺ 2020 സെപ്റ്റംബറിൽ ഇൻക്രീസ് ആയിരിക്കുന്നു. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിരിക്കുകയാണ്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. 6,30,881 നിന്നും 6,63,017 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ FIIDA കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ 28% ആണ് അപ്സൈഡ് കാണിച്ചത്. നെക്സ്റ്റ് നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. 28 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ടാർഗറ്റ് 36, സ്റ്റോപ്പ് ലോസ് 24, അപ്സൈഡ് ബൈ 28% ആണ്. ഡബിൾ ബോട്ടം ബ്രേക്ക്ഔട്ട് ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബുള്ളിഷ് ക്രോസ് ഓവർ ഇൻ സ്റ്റൊക്കാസ്റ്റിക് ആൻഡ് MACD. യൂണിയൻ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കറണ്ട് പ്രൈസ് 28 ആണ്. 17,300 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഫേസ് വാല്യൂ 10, ROC 4.23%, ബുക്ക് വാല്യൂ 52.9, സ്റ്റോക്കിന്റെ PE 14.6%. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് അപ്സൈഡ് ഡൗൺ അങ്ങനെ ഒരു ഗ്രാഫാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 0.53 ടൈംസ് ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നു. നല്ല ഒരു ഗുഡ് ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. കോമ്പറ്റീറ്റേഴ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, IOB, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. പിന്നെ റവന്യൂ കമ്പാരിറ്റീവ്ലി പഴയതുപോലെ ഇപ്പോൾ ഗെയിൻ ചെയ്ത് വരുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ മാസത്തെ അതായത് ജൂൺ മാസത്തെക്കാളും സെപ്റ്റംബറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. 341 നിന്നും 534 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. 4,98,581 നിന്നും 5,55,509 ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് DLF ലിമിറ്റഡ് ആണ്. ടാർഗറ്റ് പ്രൈസ് ഈ DLF ട്രേഡ് ചെയ്യുന്നത് 185 റുപ്പീസ്. ടാർഗറ്റ് 212, സ്റ്റോപ്പ് ലോസ് 170 ഇട്ട് ട്രേഡ് ചെയ്യാം. 13% വരെ അപ്സൈഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ലോവർ ഷാഡോ നിയർ ദ ഫൂട്ട് വീക്ക്ലി ട്രെൻഡ് ലൈൻ ആണ് ഫോളോ ചെയ്യുന്നത്. DLF ലിമിറ്റഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മെയിൻലി ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആണ്. കറന്റ് ട്രേഡ് ചെയ്യുന്നത് 187. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 46,338, ഡിവിഡൻഡ് yield 1.07%, ഫേസ് വാല്യൂ 2, ROE 0.55%, ആൻഡ് ബുക്ക് വാല്യൂ 139 ആൻഡ് ROC 3.75%. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു മാർച്ച് ഡിപ്പിന് ശേഷം പിന്നെ നമുക്കൊരു അപ്സൈഡ് മുകളിലും ഡൗണിലും ഉള്ള ഒരു ഗ്രാഫ്, ചിലപ്പോൾ മുകളിൽ പോകുന്നു, ചിലപ്പോൾ താഴെ വരുന്നു, അങ്ങനത്തെ ഒരു ഗ്രാഫാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിൻ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് ഡെപ്റ്റ് എന്നുള്ളതാണ്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഒബ്രോയ് റിയാലിറ്റി, ഫിനിക്സ് മിൽക്ക്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, NBCC, സൺടെക് റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇപ്പോൾ സെയിൽസ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ജൂൺ മാസം 549, സെപ്റ്റംബറിൽ 1610 ആയിട്ട് ഇൻക്രീസ് ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2 നിന്നും 463 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവ് ആയിരുന്നതിൽ നിന്നും -71 നിന്നും 232 ആയിട്ട് ഇൻക്രീസ് ആയി. ഇപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക്
DLF ലിമിറ്റഡ് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് L&T ടെക്നോളജി സർവീസസ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1751 റുപ്പീസ്, ടാർഗറ്റ് 1855, സ്റ്റോപ്പ് ലോസ് 1670 ഇട്ട് ട്രേഡ് ചെയ്യാം. 7% വരെ അപ്സൈഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. L&T ടെക്നോളജി സർവീസസ് ലിമിറ്റഡ്. ഓക്കെ, L&T ടെക്നോളജി ലീഡിംഗ് ആയിട്ടുള്ള ഒരു R&D സർവീസസ് ആണ്. 51 ടോപ്പ് R&D സ്പെൻഡേഴ്സ്. ദെൻ കറണ്ട് പ്രൈസ് 1723. Market capitalization 18,074. 52-week high 1,879. 52-week low 995. Dividend yield 1.22%. Face value 2. ROE 31.4%. Book value 295. Then ROC 42.6%. Then stock in a PE 26. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മാർച്ച് ഡിപ്പിന് ശേഷം ഒരു മുകളിൽ പോകുന്ന ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ നല്ലൊരു പ്രോഫിറ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല CAGR ഉണ്ട്, 21.52%. അതുപോലെ നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി 3 ഇയേഴ്സ് ആയിട്ട് 32.08%. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ ഒരു L&T ടെക്നോളജി സർവീസ് ലിമിറ്റഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഒറാക്കിൾ, എംഫസിസ്, അതുപോലെ ടാറ്റ LC, പെർസിസ്റ്റന്റ് സിസ്റ്റം, തൻല പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോൾ സെയിൽസ് നല്ല ഇൻക്രീസ് ആയി, 1295 നിന്നും 1314 ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 206 നിന്നും 233 ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 170 നിന്നും 166 ആയിട്ട് ഇൻക്രീസ് ആയി. ഇപ്പോൾ ഓവറോൾ നല്ല ഒരു കമ്പനിയാണ് ഈ ഒരു L&T. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഓൾസോ FII, DII, പബ്ലിക് എല്ലാം തന്നെ ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 5020 റുപ്പീസ്, ടാർഗറ്റ് 5320, സ്റ്റോപ്പ് ലോസ് 4770 ഇട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. 10% വരെ അപ്സൈഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ ബ്രേക്ക്ഔട്ട് നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് മെയിൻലി ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ആണ്. ഹൈദരാബാദിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. കറന്റ് 4829. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 80,298 ആണ്. 52-week high 5,515 and 52-week low 2,495. Face value 5. Dividend yield 0.52%. Return on equity 13.6. ROC 11.1%. Book value 1,002 ആണ്. ഇപ്പോൾ ഇവരുടെ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ട്, നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 24.20. ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പിയർ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സൺ ഫാർമ, സിപ്ല, ബയോകോൺ, ഓറോബിൻഡോ ഫാർമ, കാൻല ഹെൽത്ത് കെയർ, ടൊറന്റ് ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ദെൻ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4426 നിന്നും 4900 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1121 നിന്നും 1156 ആയി ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി 595 നിന്നും 772 ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഓവറോൾ നമുക്ക് നല്ല ഒരു സ്റ്റോക്ക് ആണെന്ന് തന്നെ പറയാം. നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് HCL ടെക്നോളജീസ് ആണ്. HCL ടെക്നോളജി 10% വരെ അപ്സൈഡ് കാണിക്കുന്നു. ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്ന 858, ടാർഗറ്റ് 903, സ്റ്റോപ്പ് ലോസ് 815 ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ലെവൽ 858 വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ HCL ടെക്നോളജീസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. HCL ടെക്നോളജി മെയിൻലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കൺസൾട്ടൻസി, ഇതാണ് ഇവരുടെ മെയിൻ ബിസിനസ്. കറന്റ് പ്രൈസ് 822. 2,23,090 crores ആണ് ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. 52-week high 911, 52-week low 375 ആണ്. ഡിവിഡൻഡ് yield 0.85%. ഫേസ് വാല്യൂ 2 ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.9, ബുക്ക് വാല്യൂ 209 and ROC 27.4%.
ഈ ഒരു സ്റ്റോക്ക് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഡെപ്റ്റ് ഫ്രീ ആണ്, 3 വർഷം നല്ല ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 24.65, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 18.13. പിന്നെ മീഡിയം സെയിൽസ് ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 10 years ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 19.49%. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ടി സി എസ്, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, L&T ഇൻഫോടെക്, മൈൻഡ്ട്രീ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസത്തെക്കാളും സെപ്റ്റംബറിൽ ഇൻക്രീസ് ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പോൾ ഓവറോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജീസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ONGC ആണ്. ONGC ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 78 റുപ്പീസ്. ടാർഗറ്റ് പ്രൈസ് 87 സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 73 ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. 10% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിക്കുന്നു. ONGCയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് മെയിൻ ബിസിനസ് എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 98,755. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 78 റുപ്പീസ് ആണ്. 52-week ഹൈ 133, 52-week ലോ 50 റുപ്പീസ്. ഡിവിഡൻഡ് yield 6.35% ഉണ്ട്. ഫേസ് വാല്യൂ 5, റിട്ടേൺ ഓൺ ഇക്വിറ്റി 7.55%, ROC 10.6%, ബുക്ക് വാല്യൂ 167. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയേണ്ടത് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്, 41.06%. ദെൻ സ്റ്റോക്ക് 0.47 ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റീറ്റേഴ്സ് ഓയിൽ ഇന്ത്യ, ഏഷ്യൻ ഓയിൽ ഫീൽഡ്, അബാൻ ഓഫ് ഷോർ തുടങ്ങിയ സ്റ്റോക്കിലാണ്. അപ്പോൾ സെയിൽസ് നല്ലവണ്ണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ജൂൺ മാസം 62,496, സെപ്റ്റംബറിൽ 83,619. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 8,000 നിന്നും 13,000 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 120 നിന്നും 4,335. നല്ല ഒരു ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ് ONGC. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് HDFC AMC ആണ്. ഇപ്പോൾ HDFC AMC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്ന 2,534, ടാർഗറ്റ് 2,720, സ്റ്റോപ്പ് ലോസ് നമുക്ക് 2,478 ഇട്ട് ട്രേഡ് ചെയ്യാം. 7% വരെ അപ്സൈഡ് കാണിച്ച ഒരു സ്റ്റോക്കാണ് HDFC AMC. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്ന 70 റുപ്പീസ്, ടാർഗറ്റ് 82 വെക്കുക. സ്റ്റോപ്പ് ലോസ് 63, 16% വരെ അപ്സൈഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. 52-week ഹൈ 97 ആണ്, 28 ജാനുവരിയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഡെയിലി ചാർട്ടിൽ കറന്റ് 63 റുപ്പീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് ടെനറ്റ് പാറ്റേൺ ആണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഗാത്തി ലിമിറ്റഡ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ 89 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടാർഗറ്റ് 102 സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 82, 14% വരെ നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഗാറ്റി ലിമിറ്റഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവരെ മെയിൻലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1086, കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 89, 52-week ഹൈ 98 റുപ്പീസ്, 52-week ലോ 32, ബുക്ക് വാല്യൂ 58 ആണ്. സ്റ്റോക്കിന്റെ PE ആൻഡ് ROC വരുന്നത് 0.48%, ഫേസ് വാല്യൂ 2. അപ്പോൾ ഒരു മുകളിലേക്ക് അത് നവംബർ മാസം നല്ല ഉയർന്ന ഒരു ഗ്രാഫും കാണാനായിട്ട് സാധിക്കുന്നു. ഡെപ്റ്റ് ഫ്രീ ആണ്, റെഡ്യൂസ്ഡ്. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് കോർപ്പറേറ്റ് കൊറിയർ ആണ് ഇവരുടെ പിയർ കമ്പാരിസൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോജിസ്റ്റിക് കൊറിയർ ആണ് ഇവരുടെ ഈ ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ സെയിൽസ് 164 നിന്നും 342 ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. ഇപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു 10 സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റേഴ്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 to ഒരു 25% വരെ നമുക്ക് റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെക്കൻഡിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം.
ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.